Morning students, welcome to our GK class. Today we are going to study class 8 GK page 14 alternative medicines. Okay, alternative medicine. You take your GK text alternative medicine page 14. Any form of medical practice that is not conventional or mainstream is an alternative form of medicine. Write what these medical therapies are called. ചൂസ് ഫ്രം ദ ബോക്സ്. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ കുറേ മെഡിക്കൽ തെറാപ്പീസിൻ്റെ പേര് തന്നിട്ടുണ്ട്. നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള എടുത്ത് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് us start. Can you see this? First one, it is an ancient form of Chinese medicine. In this, 5 needles are inserted into specific points on the body to treat medical problems. അതായത് ഇത് ഏൻഷ്യൻ ചൈനീസ് മെഡിസിനാണ്, പുരാതനമായിട്ടുള്ള ചൈനീസ് മെഡിസിനാണ്. ഈ ട്രീറ്റ്മെൻറ്റിൽ 5 നീഡിൽസ്, ക്യാൻ യു സീ ദ പിക്ചർ? ഫസ്റ്റ് പിക്ചർ, 5 നീഡിൽസ് are inserted into specific points on the body to treat medical problems. നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടായാൽ അവിടെ നീഡിൽസ് ആ ശരീരഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, അങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. സോ ഫസ്റ്റ് വൺ ആൻസർ ഈസ് അക്യുപങ്ക്ചർ. ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ അക്യുപങ്ക്ചർ ആണ്. ഇത് ഏൻഷ്യൻ ചൈനീസ് മെഡിസിനാണ്. ഓക്കെ, and second one, this method of treatment was first expounded by German physician Samuel Hahnemann in 1790s. It treats a disease with heavily diluted preparations created from natural substances. Very small doses of these substances are used to stimulate the patient's immune system. It is generally accepted that this form of treatment takes long to cure, but the root cause of problem is removed. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ച ജർമ്മൻ ഫിസിഷ്യനായിട്ടുള്ള സാമുവൽ ഹാനിമാനാണ് 1790s ഇതിൽ ഒരു ഡയലൂട്ടഡ് പ്രിപ്പറേഷൻസ് കാണും. നിങ്ങൾ ഈ ഹോമിയോ മെഡിസിനൊക്കെ കണ്ടിട്ടില്ലേ? ആ ഡയലൂട്ടഡ് പ്രിപ്പറേഷൻ കാണും. ഇതൊരു സ്മോൾ എമൗണ്ട് ആയിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് തരുന്നത്, അല്ലേ? അതുകൊണ്ട് ഒരുപാട് സമയമെടുത്തേ അസുഖം മാറത്തുള്ളൂ. പക്ഷേ ആ ഡിസീസിൻ്റെ റൂട്ട് കോസ് തന്നെ, അതിൻ്റെ കാരണം, ഏത് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്, അത് മുഴുവനായിട്ട് മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സോ സെക്കൻഡ് വൺ ആൻസർ ഈസ് ഹോമിയോപ്പതി. നിങ്ങൾ ആ ബോക്സിൽ നോക്കി എഴുതുക. സെക്കൻഡ് വൺ ആൻസർ ഈസ് ഹോമിയോപ്പതി. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എവറി ലിവിങ് ബീയിങ് പൊസസ്സസ് an inborn ability to heal itself. This method simply enhances this healing process by utilizing body's energy processes. It was founded and developed by Choa Kok Sui. അതായത് ഈ മെത്തേഡിൽ പറയുന്നത് എല്ലാ ലിവിങ് ബീയിങ്സിനും ഒരു ഈ ഇൻബോൺ എബിലിറ്റി കാണും, അതായത് ഹീൽ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഈ മെത്തേഡിൽ നമ്മുടെ ബോഡി എനർജിയാണ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്താണ് അതായത് എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടായാൽ അത് നമുക്കൊരു ശരീരത്തിന് തന്നെ ഒരു കഴിവ് കാണും, അത് ഒരു മുറിവുണ്ടായാൽ പെട്ടെന്ന് ഉണങ്ങുക, അല്ലേ? അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. സോ for third one answer is pranic healing. Okay, pranic healing. Fourth one, this method of healing organized in Japan. In this, hands are placed on a specific areas of the body of the patient to channel the cosmic or universal energy for healing. ഓക്കെ, ഫോർത്ത് വൺ, ഈ മെത്തേഡ് ഒറിജിനേറ്റ് ചെയ്തത് ജപ്പാനിലാണ്. അതായത് നമ്മുടെ സ്പെസിഫിക് എവിടെയാണോ നമുക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള ആ സ്പെസിഫിക് ഏരിയാസിൽ ഹാൻഡ്സ് വെച്ചുള്ള തെറാപ്പിയാണ്. സോ ഫോർത്ത് വൺ ആൻസർ ഈസ് റേക്കി. ഫോർത്ത് വൺ ആൻസർ ഈസ് റേക്കി.
And fifth one, it means science of life. In Sanskrit, it is native to India. It believes that an illness is caused by an imbalance of various body systems. Its practitioners cure a patient setting that imbalance right. അതായത് സയൻസ് ഓഫ് ലൈഫ് എന്നാണ് ഇത് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചത് അതിൻ്റെ നേറ്റീവ് പ്ലേസ് ഇന്ത്യയാണ്. ഓക്കെ, സോ ഫിഫ്ത്ത് വൺ ആൻസർ ഈസ് ആയുർവേദ. Okay, and sixth one, as a healing system, it was founded by Hakim Ibn Sina of Persia in the 10th century. In this, extracts from plants, herbs and minerals are used to prepare medicine to cure patient. ഓക്കെ, അതായത് പ്ലാന്റ്സിൽ നിന്നും ഉള്ള എക്സ്ട്രാക്റ്റ്, അതായത് ഹെർബ്സ് മിനറൽസ് ഇതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ്. സോ സിക്സ്ത് വൺ യുനാനി, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും യുനാനി മെഡിസിൻ, അതായത് പ്ലാന്റ്സിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റ് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. സെവൻത്ത് വൺ, these practitioners of this form believe that there are many pressure points on the person's body. They seek to restore normalcy by putting pressure on the specific pressure point. Seventh one, answer is acupressure. Okay. Eighth one, also known as naturopathic medicine or naturopathic medicine or natural medicine. It focuses on natural remedy and the body's ability to heal itself. It believes in minimal use of surgery and drugs. This system of healing has its origins in nature cure movement of Europe. It was popularized by German doctor Benedict Lust. Okay, eighth one, answer is naturopathy. Okay. So this much of today. We study well. We will meet in the next class. Thank you.